ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 10/6/2025 ചൊവ്വാഴ്ച 25,091 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 25,134 എന്ന ലെവലിലാണ്. അതായത് ചാർട്ട് പ്രകാരം നോക്കുമ്പോൾ ഒരു 43 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 25,138 എന്ന ലെവലിന് പകരം 25,136 എന്ന ലെവലാണ് ആദ്യത്തെ ഒരു ലെവൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണാം ഒരു 200-ലധികം പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റി നൽകിയിട്ടുണ്ട്. ആദ്യത്തെ 1 മിനിറ്റിൽ ഓപ്പൺ ആയ ഉടൻ പെട്ടെന്ന് തന്നെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇത്തരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചാൽ തീർച്ചയായും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും. അപ്പോൾ കരുതി കൂട്ടിയിരിക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് 25,134 എന്ന ലെവലാണ്. അപ്പോൾ ആ ലെവലിന് മുകളിൽ ഒരു ATM ഓപ്ഷൻ 25,150 അല്ലെങ്കിൽ 200-ൻ്റെ ഒരു ATM ഓപ്ഷൻ കോൾ സ്ട്രൈക്ക് എടുത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ സാമാന്യം നല്ല ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50-ലധികം പോയിന്റിൻ്റെ മൂവ്മെൻ്റാണ് ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ ലഭിച്ചിട്ടുള്ളത്. അത് നല്ലൊരു ട്രേഡിംഗ് സാധ്യതയായിരുന്നു. കൃത്യമായും അങ്ങനെ പ്ലാൻ ചെയ്ത് ആ ട്രേഡ് വളരെ സ്പീഡിൽ തിരിച്ചറിയാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ഒരു നല്ല പ്രോഫിറ്റ് ട്രേഡ് ചെയ്യാൻ ആദ്യത്തെ 1 മിനിറ്റിൽ സ്കാൾപ്പിംഗ് എന്നാണ് അതിനെ പറയുക സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 25,088 എന്ന ആദ്യത്തെ പ്രധാന സപ്പോർട്ട് ലെവലിൽ ചെന്നതിന് ശേഷം കൃത്യമായും ചെന്നത് 25,081 എന്ന ലെവലാണ്. ആ ലെവലിൽ ചെന്നതിന് ശേഷം അതേ 1 മിനിറ്റിൽ തന്നെ തിരിച്ചു കയറി വന്ന് പ്രൈസ് ഇന്ന് രേഖപ്പെടുത്തിയ ആദ്യത്തെ ഉയരത്തിനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ രേഖപ്പെടുത്തിയ 25,138 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആയി എന്നർത്ഥം. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ അതിനെ ട്രേഡ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലെവൽ നമ്മൾ രേഖപ്പെടുത്തിയ 25,138 എന്ന ലെവൽ ആ റേഞ്ചിനടുക്കെ എത്തിയിരുന്നു. അവിടെ നിന്നും പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടി എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അത്തരത്തിൽ കോൾ ഓപ്ഷൻ വളരെ ലോ ആയിട്ട് ചെറിയ പ്രൈസിൽ ലഭിച്ചപ്പോൾ ഒരു എൻട്രി എടുത്ത് റിവേഴ്സൽ പോകുന്നതെന്ന് കണ്ട് എൻട്രി എടുത്തു. ഈ ലെവൽ മൈനർ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും വളരെ വേഗത്തിൽ ടാർഗറ്റ് ലഭിച്ചു. എന്നാൽ ഈ ട്രേഡുകളൊക്കെ അത്ര പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അതിന് തക്ക ഒരു തിരിച്ചറിവും ഒരു മനസ്സാന്നിധ്യവും തീർച്ചയായും ആവശ്യമാണ്. എന്നാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് തന്നെ മൂവ് ചെയ്യുന്നു എന്ന് കണ്ട് ട്രെൻഡ് അപ്വേർഡ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഏതൊരാൾക്കും ഓരോ ഡിക്ലൈനും ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ബൈ ഓൺ എവരി ഡിപ്പ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. ആ തരത്തിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിച്ച ഏതൊരാൾക്കും നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഉയരമാണ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മറ്റൊരു ടാർഗറ്റ് 25,199. ആ ലെവലിന് മുകളിലും ക്രോസ് ചെയ്തു എങ്കിലും വീണ്ടും കിട്ടിയ ഈ ഡിക്ലൈൻ ബൈ ചെയ്ത് പുതിയ ഉയരം തന്നാൽ പോലും ഇവിടെ ഹോൾഡ് ചെയ്യാൻ കഴിയാതെ പ്രൈസ് പതിയെ ഈ ലെവൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ആ തരത്തിൽ ഒരു മൂവ്മെൻറ്റ് നടന്നപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കൃത്യമായും ആർക്കും സാധിക്കുന്നതായിരുന്നു. ആ തരത്തിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ തരത്തിലുള്ള ഇടങ്ങളെല്ലാം കൃത്യമായും പ്രൈസ് അപ്പർ സൈഡിലേക്കും ലോവർ സൈഡിലേക്കും പോകാൻ വേണ്ടി ബാക്കി വെച്ച് തന്നെ പോകുന്നതാണ്. ആ ലെവൽ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതുമാണ്. പോയ 2 ദിവസമായി കൃത്യമായും ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അത്ര ട്രേഡബിൾ ആയിരുന്നില്ല എങ്കിലും വസ്തുതകളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വളരെ നല്ല ഒരു മാർക്കറ്റ് ലഭിച്ചു. തീർച്ചയായും കോൾ ഓപ്ഷൻ ബൈ ചെയ്തവർക്കും പുട്ട് ഓപ്ഷൻ കൃത്യമായ ഇടങ്ങളിൽ നിന്ന് ബൈ ചെയ്തവർക്കുമെല്ലാം ലാഭം ലഭിച്ചിട്ടുണ്ടാകേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ട്രേഡിംഗ് സാധ്യതകൾ. ഇന്ന് ലഭിച്ച പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. 25,122 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
എന്നാൽ തൊട്ട് താഴെയായി 25,107 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പർ സൈഡിലേക്ക് 25,185, 217, 251, 293 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് മൈനർ റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 25,185 എന്ന് പറയുന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് 25,117 എന്ന ലെവലിൽ എത്തിയേക്കാം എന്നാണ് കണക്കാക്കുക. എന്നാൽ ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കുമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ 25,082 എന്ന് പറയുന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ എന്ന രീതിയിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 25,008 എന്ന് പറയുന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 56,416 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കുമെന്ന് കരുതുന്ന ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ. അതിന് താഴെ മൈനർ സപ്പോർട്ടായി 56,316 എന്ന ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അപ്പർ സൈഡിലേക്ക് 56,734, 910, 57,039, 57,210 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് മൈനർ റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 56,734 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റ് ലെവലുകൾ ലഭിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഇവിടെ രേഖപ്പെടുത്തിയ മൈനർ റെസിസ്റ്റൻസിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രധാന സപ്പോർട്ടായി നിലകൊള്ളാൻ സാധ്യതയുള്ളത് 55,699 എന്ന ലെവലാണ്. 82,446 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 82,306 എന്ന മൈനർ സപ്പോർട്ടാണ് തൊട്ട് താഴെയായി രേഖപ്പെടുത്തിയിട്ടുള്ള മൈനർ സപ്പോർട്ട്. 82,738, 853, 82,933 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് മുകളിലേക്ക് മൈനർ റെസിസ്റ്റൻസുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്.
ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് 82,738 എന്ന ലെവലിൽ തന്നെയാണ്. ആ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ പിന്നെയും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു, അതായത് ഇന്നത്തെ ഉയരത്തിന് മുകളിലോട്ട് കടക്കുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ള 82,306, അതായത് ഇന്നത്തെ ലോയാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്കും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങളുടെ പരിശോധനയിൽ നമ്മളുടെ ട്രേഡിംഗ് പ്ലാനും ലെവലുകളും ഗുണകരമാണ് എന്നാണ് നിങ്ങളുടെ ഒരഭിപ്രായമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെയിലി വീഡിയോയുടെ താഴെ നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ എൻ്റെ വാട്സപ്പ് നമ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ ആ നമ്പർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്